ഇന്ന് ഷോപ്പിൽ പോയിട്ടോ, നല്ല കട്ടപ്പണിയായിരുന്നു. ഡിന്നർ ഉണ്ടാക്കണ്ടേ? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? കവേഴ്സ് ഉണ്ടല്ലോ, കത്തി കൊണ്ട് മുറിക്കാൻ എനിക്ക് ഭയങ്കര മടിയാ. ഇതിങ്ങനെ കടിച്ചു വലിച്ചാലും ഊരിയെടുത്ത് മടക്കിയെടുത്ത് വെക്കും. നമ്മുടെ മലയാളികളുടെ ബേസിക് സ്വഭാവം. അങ്ങനെ നമ്മൾ സവോള, പച്ചമുളക് ഈ വക സംഭവങ്ങളൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഇനി ഒരാഴ്ചത്തേക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി അടിപൊളിയാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാം. ഇന്നലെ നമ്മൾ ലുലു പോയപ്പോൾ ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു ദോശയും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് തള്ളി നിൽക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് കേട്ടോ ശ്രീകുട്ടൻ, അതും അടുക്കളയിൽ. ഇവനെ കാണാനേ കിട്ടാറില്ലെന്നേ വെക്കേഷൻ ആയപ്പോ ടി വി ടി വി ടി വി. ഇനിയിപ്പോ 2 ദിവസം കൂടിയല്ലോ, ഞാൻ അങ്ങോട്ട് ക്ഷമിക്കുകയാണ്. എന്നാലും ഇന്ന് കറണ്ട് പോയപ്പോ പുള്ളിക്കാരൻ എൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. പിന്നെ പരിപാടികളൊക്കെ ആളായിരുന്നു. ഷർട്ട് ഇടണ്ടെന്ന് പറയണ കേട്ടോ അവൻ. ഞാൻ ഇത്ര നാൾ അഭിനയിക്കുന്ന അത്ര സവോള അരിയുമ്പോ കണ്ണീന്ന് വെള്ളം വരുന്നത് എന്റെ വെറും പ്രഹസനമായിരുന്നു എന്നാണ് സ്വന്തം മകൻ പോലും പറയുന്നത്. എന്നാലും ഇന്നത്തെ ദിവസം തന്നെയായിട്ടോ, കാരണം അവൻ മനസ്സിലാക്കിയല്ലോ സവോള അരിയാനും പാടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ സവോള വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വഴണ്ടു വന്നപ്പോൾ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഞാനത് ഓണാക്കാൻ മറന്നുപോയി, നിങ്ങൾ ക്ഷമിക്കും. ഇനി കൂണിട എങ്ങനെ ഇളക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കിച്ചണിൽ ആരെങ്കിലും കൂടെ ഉണ്ടായ ഇതാ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മറന്നുപോകും. അത്രയ്ക്ക് വലിയ കത്തിയാണ് അമ്മയും മോനും കൂടി. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ അവസാനിക്കില്ലേ നമുക്ക് ഈ ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഗോതമ്പൊടി എടുക്കുക, 2 സ്പൂൺ അരിപ്പൊടി എടുക്കുക, ഒരു മുട്ട പൊട്ടിക്കുക, കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പിടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. ഇതുപോലെ അങ്ങോട്ട് കലക്കി ഒഴിക്കുക, വട്ടത്തിൽ പരത്തുക. നമ്മുടെ ദോശ റെഡി. ഇനി ഇതങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ചാൽ വൈകുന്നേരത്തെ ഡിന്നർ നാളെ കാലത്ത് വരെ അങ്ങനെ കിടന്നോളും. സംഭവം കിടുമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇങ്ങനെ ആരും മഷ്റൂം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കൂ. നമ്മുടെ ചോറിൻ്റെ ഒപ്പമായാലും അപ്പത്തിൻ്റെ ഒപ്പമായാലും അതുപോലത്തെ ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പമായാലും അടിപൊളി ചലേക്ക സെറ്റാണ്. എനിക്ക് മടക്കി പരന്നിരിക്കുന്ന സംഭവങ്ങളുടെ ഇടയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ റോളാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പരന്നിരിക്കുന്നതായാലും ചപ്പാത്തി ആയാലും എന്തിൻ്റെ ഉള്ളിലും കറികൾ വെച്ച് മടക്കി കൂട്ടി വായിലേക്ക് ഉന്തി തള്ളുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം. പക്ഷെ അത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, എങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഡിന്നർ കുശാലായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടാ. ടാറ്റാ ബൈ.